നമ്മൾ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളിലേക്ക് പോകാം. റിപ്പോർട്ട് ബ്രേക്കിംഗ്. CPIM-ന്റെ അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങാതെ ജി സുധാകരൻ. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ല. അനുനയ നീക്കത്തിനായി വീട്ടിലെത്തിയ CS സുജാതയോടും G ഹരിശങ്കറിനോടും സുധാകരൻ ഇക്കാര്യം അറിയിച്ചു. പാർട്ടി പ്രാഥമിക അംഗത്വം നിലവിൽ പുതുക്കുന്നില്ലെന്നും എന്നാൽ പാർട്ടി ബന്ധം ഉപേക്ഷിക്കില്ലെന്നുമാണ് ജി സുധാകരന്റെ നിലപാട്. മനീഷ് വഹിവാൽ നൽകും വിശദാംശങ്ങൾ. മനീഷ്, ഉന്നതനായ നേതാവിന്റെ പിണക്കം മാറ്റാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നേതാക്കൾ വീടുകയറി ഇറങ്ങിയിട്ടുണ്ട്. അത് വളരെ സ്വാഭാവികമായ സന്ദർശനമാണെന്ന് നേതാക്കൾ പറയുന്നു. പക്ഷെ അത് ഈ സമയത്ത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ 3-ാം ദിവസവും ജി സുധാകരൻ മൗനം തുടരുമ്പോൾ അനുനയിപ്പിക്കാനുള്ള ഇനിയുള്ള CPIM-ന്റെ ശ്രമം എങ്ങനെയായിരിക്കും? നാളെ മുഖ്യമന്ത്രിയുടെ ഒരു അനുനയ ശ്രമം ഉണ്ടായിരിക്കുമോ? ആ പാലം ഉദ്ഘാടനത്തിന് ജി സുധാകരൻ എത്തില്ലെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താണ് CPIM-ന്റെ പ്ലാൻ, മനീഷ്? നിലവിൽ CPM-ന്റെ സംഘടനാ മെഷീനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ബോധ്യമുള്ള ജി സുധാകരൻ നീക്കത്തിൽ വലിയ ആശയക്കുഴപ്പം CPM-നകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ CS സുജാത നടത്തിയ പ്രതികരണം അവർ വന്നത് സ്വാഭാവികമായ കൂടിക്കാഴ്ചയാണെന്ന് പറയുമ്പോഴും പക്ഷേ അത് അങ്ങനെയല്ല എന്ന് സ്ഥിരീകരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയുള്ള സജി ചെറിയാൻ. അത് പാർട്ടി നിയോഗിച്ച ആളുകളാണ്, ചുമതലപ്പെടുത്തിയ ആളുകൾ എന്ന രീതിയിലാണ് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G ഹരിശങ്കറും ഇന്ന് വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ പ്രാഥമിക അംഗത്വം പുതുക്കുന്ന കാര്യം അവർ ആവശ്യപ്പെട്ടു. പക്ഷേ പ്രാഥമിക അംഗത്വം പുതുക്കുന്നില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സുധാകരൻ. എന്ന് മാത്രമല്ല പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ അതിനെ വലിയ സംശയ നിലയിലാണ് CPM കാണുന്നത്. CPM ജി സുധാകരന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷണത്തിലാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. അവസാനമായി നടത്തിയ പ്രതികരണം ഫേസ്ബുക്കിലൂടെയാണ്. അത് സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും ജില്ലാ സെക്രട്ടറിക്കെതിരെയും നടത്തിയ 5 വർഷക്കാലം താൻ നേരിട്ട അവഗണനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി എഴുതിയുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിൽ അദ്ദേഹം മൗനം ഇപ്പോഴും വെടിയുന്നില്ല. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിലെത്തിയ ശേഷം മടങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ ഇടപെടൽ ഏതു രീതിയിലായിരിക്കും എന്നതിന് ശേഷമായിരിക്കും നിലപാട് ജി സുധാകരൻ ഒന്നുകൂടി പുനരാലോചിക്കുക. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ ജില്ലയിലെത്തി ജി സുധാകരനുമായി ഇടപെടുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരുപക്ഷെ മുഖ്യമന്ത്രി എത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടി പാർട്ടി ഓഫീസിലേക്ക് വിളിപ്പിച്ചാലോ ചിലപ്പോൾ ഒരുപക്ഷെ ജി സുധാകരൻ അയഞ്ഞേക്കും. പക്ഷേ അത്തരം നീക്കത്തിലേക്ക് മുഖ്യമന്ത്രി പോകുമോ എന്നത് നോക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് സാധ്യത കുറവാണ്. പക്ഷേ ജില്ലയിൽ നാളെ രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കുന്ന 3-4 പദ്ധതി ഉദ്ഘാടന പരിപാടികൾക്ക് ജി സുധാകരൻ ക്ഷണമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് വരില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അനുനയത്തിന്റെ ഭാഗമായി ഈ 4 പരിപാടികളുടെ ഉദ്ഘാടനത്തിലും ജി സുധാകരനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോയും പേരും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വരണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് റിയാസ് അടക്കം അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. ഇപ്പോഴിതാ പക്ഷേ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കൽ നടക്കുന്ന ഒരു പരിപാടിയിൽ പോലും സർക്കാരോ പാർട്ടിയോ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല. അടിയന്തരാവസ്ഥയുടെ 50 ആണ്ട് പൂർത്തിയായത് അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്തുള്ള EMS ഓഡിറ്റോറിയത്തിൽ നടന്നപ്പോഴും അടിയന്തരാവസ്ഥ കാലത്ത് അടികൊണ്ട അല്ലെങ്കിൽ മർദ്ദനമേറ്റ് ജയിൽ ശിക്ഷ അനുഭവിച്ച ജി സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല. രക്തസാക്ഷി കുടുംബമാണ് ജി സുധാകരൻ. ജി സുധാകരന്റെ സഹോദരൻ ഭുവനേശ്വരൻ രക്തസാക്ഷിയാണ്. അങ്ങനെ രക്തസാക്ഷിയുടെ കുടുംബത്തെ പോലും SFI പ്രവർത്തകർ അപമാനിച്ചു. ആ അപമാനത്തിൽ താൻ പാർട്ടിക്കെതിരെ പരാതി കൊടുത്തിട്ടും അതിനൊന്നും നടപടി ഉണ്ടായില്ല. അങ്ങനെ ഒട്ടേറെ പരാതികളുണ്ട്. ആ പരാതി കേൾക്കാൻ എന്താണ് ജി സുധാകരന്റെ പരാതി, ആ ഫേസ്ബുക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് ജി സുധാകരനെ പറയാനുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പാർട്ടി രേഖയായി തന്നെ ജില്ലാ കമ്മിറ്റിയിൽ ഇന്ന് അവതരിപ്പിച്ചു. CS സുജാതയും ഹരിശങ്കറും അത് ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. അത് മേൽഘടകത്തിലേക്ക് ജി സുധാകരന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കും. പക്ഷേ അതിനെ എങ്ങനെ അനുനയിപ്പിക്കും? ജി സുധാകരന് നിയമസഭാ സീറ്റ് കൊടുക്കുക പ്രായോഗികമല്ല. പക്ഷെ അദ്ദേഹം സീറ്റിനല്ല തന്റെ പ്രശ്നം തന്റെ അഭിമാനമാണ്. പാർട്ടി തന്നെ മുഖവിലേക്ക് എടുക്കാത്തതും തനിക്ക് അവഗണനയുമാണ് തന്റെ വിഷയമെന്നാണ് ജി സുധാകരൻ പറയുന്നത്. പക്ഷേ അതിനെ എങ്ങനെ മറികടക്കുമെന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ CPM-നെ സംബന്ധിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയും കൃത്യമായി ബോധ്യമുള്ള, അതിന്റെ ജാതി സമവാക്യത്തെ പറ്റിയും ആ മെഷീനറിയുടെ എല്ലാ ചലനങ്ങളെ പറ്റിയും കൃത്യമായി ബോധ്യമുള്ള സുധാകരൻ മറുപാളയത്തിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ നിന്നാൽ മറുപാളയത്തിലെ ആളുകൾ അത് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചാൽ സംസ്ഥാനത്തുടനീളം അത് ഇടത് സ്ഥാനാർത്ഥികൾക്ക് വലിയ രീതിയിൽ പ്രതിരോധത്തിലാകും. ഒപ്പം തന്നെ പാർട്ടി മെമ്പർഷിപ്പിന് പുറത്തു നിൽക്കുന്ന, അതായത് പാർട്ടി ചട്ടക്കൂടിന് സാങ്കേതികമായി പുറത്തു നിൽക്കുന്ന ജി സുധാകരന് പാർട്ടി പറയുന്ന കാര്യങ്ങളൊന്നും ബാധകമായിരിക്കില്ല. അങ്ങനെയുള്ള ജി സുധാകരൻ നടത്തുന്ന ഓരോ നീക്കങ്ങളും അത് പാർട്ടിക്ക് വലിയ രീതിയിൽ ബാധിക്കും. 63 വർഷക്കാലമായി പാർട്ടിയുമായി ഉണ്ടായ ബന്ധം എന്താണെങ്കിലും ജി സുധാകരൻ അവസാനിപ്പിച്ചു. പാർട്ടി അനുഭാവിയായി തുടരുമ്പോഴും എങ്ങനെയായിരിക്കും ജി സുധാകരൻ നീക്കമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ 1 വർഷത്തിന് മുൻപ്
രമേശ് ചെന്നിത്തലയുമായി ജി സുധാകരൻ ചർച്ച നടത്തിയെന്നും പുതിയ യാത്ര ആലപ്പുഴയിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിൽ KC വേണുഗോപാലുമായും ആശയവിനിമയം നടത്തിയുമെന്നാണ് ആലപ്പുഴ പാർട്ടിയുടെ കണ്ടെത്തൽ. ഈ കണ്ടെത്തൽ സംസ്ഥാന ഘടകത്തെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ മുഖ്യമന്ത്രി വരുമ്പോൾ ഏത് വിധത്തിലായിരിക്കും ഈ ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ഇടപെടൽ എന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. റോഷ്നി, അങ്ങനെ മുഖ്യമന്ത്രി ഇടപെടുകയാണെങ്കിൽ ജി സുധാകരൻ നിലവിലുള്ള നിലപാടിൽ അയവ് വരുത്തുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നാളെ എന്തായാലും നടക്കാൻ പോകുന്ന പാല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് നേതാവ് എത്തില്ല. ആരോഗ്യ കാരണങ്ങൾ ഉണ്ടെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ന് നേതാക്കളെല്ലാം വീട്ടിലെത്തി കണ്ടതിന് ശേഷവും 3-ാം ദിവസവും എന്തായാലും ജി സുധാകരൻ മൗനത്തിൽ തന്നെയാണ്. അപ്പോൾ ഇനി CPIM-ന്റെ ഓരോ ചുവടുകളും ജി സുധാകരനുമായി ബന്ധപ്പെട്ട് അതെന്തായിരിക്കുമെന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. അപ്പുറത്താരാണ്? ഞാൻ ആമുഖത്തിൽ പറഞ്ഞല്ലോ, PK ശശി. അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം.